ദാ ഈ ഒരു മുഖച്ഛായ ഉണ്ടല്ലോ, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ ചായക്ക് ഭയങ്കര വ്യത്യാസം കാണും. ഇങ്ങനെ പോണ ലുക്കിലായിരിക്കില്ല തിരിച്ചു വരുന്നത്. ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് പോകുന്നത്. വരുമ്പോൾ അറിയാം എന്തായിരിക്കും ഗതിയെന്ന്. എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഡ്രീമാണ്, അത് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഡ്രീം നടത്തണമെന്ന് ഞാൻ കുറേ വർഷം കൊണ്ട് ആലോചിക്കണം. പിന്നെ ചോദിച്ചു വേണ്ടാന്ന്. പിന്നെ ചോദിച്ചു ഇപ്പോഴെന്തോ പെട്ടെന്ന് ബോധ്യം വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ചെയ്യാൻ വേണ്ടി പോയത് നമ്മുടെ ഫെയർ സലോണിലാണ്. വേറൊന്നും അല്ല, എൻ്റെ ഹെയർ കട്ടിങ്. ഞാൻ ഒരു പത്ത് വർഷമൊക്കെ പറയാം. 10 വർഷം കൊണ്ട് ലോങ് ഹെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഷോർട്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനുള്ള ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ പെട്ടെന്നുള്ള എടുത്ത തീരുമാനമാണ്. ചേച്ചിക്ക് സ്പാ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഷോർട്ട് ഹെയർ നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. നമ്മളെപ്പോഴും ലോങ് ഹെയർ വെച്ചാൽ മാത്രം പോരല്ലോ. അങ്ങനെ പോയപ്പോൾ ഇച്ചിരി പേടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സലോണിൽ പോയിട്ട് ഒരു വകയും ചെയ്യാറില്ല. ഹെയറൊക്കെ എൻ്റെ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ അല്ലാണ്ട് പിന്നെ ചേച്ചി ചെയ്യും, അല്ലാണ്ട് വേറെ ആരെ കൊണ്ട് ഞാൻ മുടി വെട്ടാൻ സമ്മതിക്കില്ല. പിന്നെ എന്തോ ഇപ്പോഴത്തെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങ് പോയിട്ട് പിന്നെ അവർ ആദ്യം ഹെയർ വാഷാണ് ചെയ്തത്. അപ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇരിക്കുക, അവരെന്നെ എല്ലാം ചെയ്തു തരാം. പിന്നെ അവരെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നനഞ്ഞ മുടി അവർക്ക് ഒന്ന് എടുക്കണമല്ലോ, നനവൊന്ന് മാറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സത്യം പറയാമല്ലോ, നല്ല സർവീസായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളടുത്ത് എല്ലാം പറഞ്ഞ് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അതും ഒരുപാട് തവണ കൺഫേം ചെയ്തിട്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഹെയർ വെട്ടാൻ നേരത്ത് കേട്ടു, ഇത്ര വെട്ടണോ, കുറച്ച് വെട്ടിയാൽ പോരെ. ഞാൻ പറഞ്ഞു വേണ്ട, ലോങ് വേണ്ട, നമുക്ക് ഷോർട്ടാക്കാമെന്നും പറഞ്ഞ് അവർ ചോദിച്ചു ഇത്രയും ഇനിയും ഷോർട്ടാക്കണം. നമ്മൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞാണ് അവർ ഷോർട്ടാക്കുന്നത്. തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു, ഇതെങ്ങനെ ആയിരിക്കും നമുക്കറിയില്ലല്ലോ. ഞാൻ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ഈ ഷോർട്ടിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ലോങ് ഹെയർ ആയിട്ടുള്ളൊരു ഷോർട്ട് ഹെയർ ആക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമല്ല. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് പോലെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എന്തോ എൻ്റെ കാര്യത്തിന് അതൊന്നും നടന്നില്ല. ആ ഒരു വിഷമമുണ്ട്. പിന്നെ കുറേ നേരം നിന്നു ഈ വലിയ മുടി വെട്ടിയെടുക്കണ്ടേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. കളറെന്ന് വെച്ചാൽ വീട്ടിലാണ് ചെയ്തത്. പക്ഷേ നമ്മൾ സലോണിൽ പോണ പോലെ ആവത്തില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ ഇച്ചിരി ബെറ്ററായിരുന്നു, നല്ല കളറായിരുന്നു, നല്ല രീതിയിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ എന്തൊക്കെയോ അവിടെ ഇവിടെ മിസ്റ്റേക്കുകളൊക്കെ വന്നു. എന്നാലും കൊള്ളായിരുന്നു. പിന്നെ ലോങ് ഹെയറിൽ അടിക്കുമ്പം അതിൻ്റേതായൊക്കെ നമ്മൾ നല്ല രീതിയിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഫെയ്ഡായിപ്പോവും. എനിക്കും അങ്ങനെ മുടി ഫെയ്ഡാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മെയിനായിട്ട് മുടി വെട്ടാമെന്ന് വിചാരിച്ചത്. ഇത്രയും ലോങ് ഹെയറിനെയാണ് ഞാൻ ഷോർട്ടാക്കുന്നത്. പിന്നെ അവർ മുടി വെട്ടണ സമയത്ത് ചോദിച്ചു ഇതാരാ നേരത്തേക്ക് മുടി വെട്ടിയെന്ന്. കാരണം ഒരു മുടി ചെറുത്, ഒരു മുടി വലുത്. നമ്മൾ എത്രയൊക്കെ വീട്ടിൽ ഇരുന്ന് മുടി വെട്ടിയാലും എന്തെങ്കിലും വ്യത്യാസം കാണും. പിന്നെ ഇവരാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തെടുക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒരെത്തും പിടിയില്ല. ഞാൻ തന്നെ മുടി ബണ്ണിട്ട് കെട്ടിയിട്ടൊക്കെയാണ് വെട്ടണം, എന്നാലും മിസ്റ്റേക്കുകൾ വരും. അങ്ങനെ പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഈ നമുക്ക് മുടി കളർ ചെയ്തിരിക്കുന്ന റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. നമുക്ക് ഈ ബ്ലാക്ക് കളർ അടിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ അടിക്കാം. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിന് തന്നെ 600 രൂപയാവും. അപ്പം ഞാൻ വെച്ചാൽ 600 രൂപ കൊടുത്ത് ഒരു സൈഡ് കളർ കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ചെയ്യാം, ഇപ്പം എന്തായാലും വേണ്ടാന്ന്. പിന്നെ ചേച്ചി സ്പായൊക്കെ കഴിഞ്ഞ് ചേച്ചി നോക്കിയപ്പോൾ ചേച്ചിയായിട്ട് ഇത്രയും മുടി വെട്ടിയോന്ന് ചേച്ചിയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും മുടി വെട്ടുമെന്ന്. കാരണം ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല, ഇത്രയും വെട്ടുമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ചേച്ചി പറഞ്ഞു കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ കൂടി സത്യം പറയാമല്ലോ, എല്ലാവർക്കും എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ കുറേ പേര് പറഞ്ഞു മുടി വെട്ടിയത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ചേരുന്നുണ്ട്. കുറേ പേര് പറഞ്ഞു കൊള്ളില്ല എന്നല്ല, നമുക്ക് ഇപ്പം മോഡേൺ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പക്ഷേ സാരി ഉടുക്കുമ്പം എപ്പോഴും ലോങ് ഹെയർ ആണ് നല്ലത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി ഉടുക്കാനാണ്. പക്ഷേ ഉടുക്കാൻ അറിഞ്ഞൂടെങ്കിൽ പോലും എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ ലോങ് ഹെയറൊക്കെ ഇട്ട് പൂവൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് വേറൊരു ലുക്ക് തന്നെയാണ്. അപ്പം ഞാൻ ഈ വെട്ടണ സമയത്ത് ഇതൊന്നും ഓർത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പലതും ഓർത്തത്. ഇവർ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ,
എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുഖത്തിന് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അതും അവർ ഈ സെറ്റ് ചെയ്ത് തരുമ്പോണ്ടല്ലോ കിടിലൻ ലുക്കാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയത് ഒരു 6:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫെയറിൽ പോയത്. 7:30 വരെ എന്തോ ഉള്ളു ഷോപ്പ്. അപ്പം ഞങ്ങൾക്ക് അതൊരു ടെൻഷനായിരുന്നു. കാരണം അവർ ചെയ്യുമോ, കാരണം ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അവർ പിന്നെ എന്താണ് ചെയ്യത്തില്ല. അവർ ഷോപ്പ് അടയ്ക്കാൻ പോകണമെങ്കിൽ അവർ ചെയ്യത്തില്ല. പക്ഷെ അവരെന്തോ ചെയ്ത് തന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞാനാണ്. അങ്ങനെ അവർ മുടി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുകയാണേ. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് കിടിലൻ പ്രോസസ്സാണ്. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇതുപോലെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ മുടി വെട്ടിയ സമയത്ത് ഇതാ ഇങ്ങനെയാണ് കിടന്നത്. നല്ല രസമല്ലേക്കാണ്. ഞാനും ആ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കും. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാം. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് ഇന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടിയും എനിക്കിപ്പം മുടി വെട്ടിയപ്പം ഭയങ്കര മുടിക്ക് വോളിയം ഉള്ളതുപോലെ തോന്നി. നേരത്തെ എനിക്ക് ലോങ് ഹെയർ ആണെങ്കിലും വലുതായിട്ട് വോളിയം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്കെന്തോ നല്ല വോളിയം ഉള്ളതുപോലെയൊക്കെ തോന്നി. അത് ഇച്ചിരി നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും മുടി തുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് വെട്ടിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ എൻ്റെ മുടിയൊക്കെ വെട്ടി അവർ സെറ്റ് ചെയ്ത് തരുകയാണ്. അയ്യോ, ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ലഡുവൊക്കെ പൊട്ടി നിൽക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഇത് ചെയ്യാൻ പറ്റിയൊരവസ്ഥയാണല്ലോ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയും മാമിയും കൂടെ വരും. കാരണം അതിൻ്റെ അകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പം പിന്നെ ചേച്ചി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഒരു വിഷമമെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ നമ്മുടെ ഫെയറിൻ്റെ പുറത്ത് നല്ല സീനറിയാണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ നല്ല സീനറിയാണ്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഫോട്ടോസോ വീഡിയോസോ ഒന്നിനും പറ്റിയില്ല. കാരണം ഞങ്ങൾ നൈറ്റാണ് ഇറങ്ങിയത്. നൈറ്റാണെങ്കിൽ കൂടി നമുക്ക് ഫ്ലാഷൊക്കെ വെച്ച് എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയം നല്ല സമയമായതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മരിച്ച് കിടന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. എനിക്ക് ഫോട്ടോസ് എടുക്കുന്ന ടൈമിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം എല്ലായിടവും നമുക്കിങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാനും അവർ അലോ ചെയ്യില്ല. അവർ ചിലപ്പോൾ വഴക്ക് പറയും. അപ്പം ഞാനെന്തോ എടുത്ത് അവരൊന്നും എന്നെ പറഞ്ഞില്ല, എന്തെന്നറിയില്ല. അതുമാത്രമല്ല, എനിക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു ഷൈ ടൈപ്പാണ് ഞാൻ. എന്നാൽ കൂടി ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതിപ്പം ഇന്ന് മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തോട്ട് ഞാൻ ഇനി വരില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഈ മുടി വെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് നല്ല വഴക്ക് കിട്ടും. അമ്മയുടേത് നല്ല വഴക്ക് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് വഴക്കും കിട്ടി. എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ ഷോർട്ടാക്കിയപ്പോൾ നന്നായിട്ട് എനിക്ക് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരത് സെറ്റ് ചെയ്ത് തന്നപ്പോൾ നല്ല രസമല്ലേ കാണാൻ. ഞാൻ വിചാരിക്കുന്നത് ഇതെൻ്റെ മുടിയാണോ എന്ന്. കിടില ഒരു ലുക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ നല്ല രസമാണ്. കണ്ടോ, നല്ല രസമല്ല അവർ ചെയ്തിട്ടേക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ലൊരു ഹെയർ കട്ടിങ് ഒക്കെ ചെയ്തതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വലിയ സലൂണിൽ പോകുന്നതാണ് ബെറ്റർ. കാരണം അത്രയ്ക്ക് അവർ പൈസയൊന്നും മേടിക്കില്ല. എനിക്കിതിന് കുറച്ച് എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷ പോയി നല്ല എമൗണ്ടാണ്, പക്ഷേ എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വലിയ സലൂണിൽ പോയാൽ നമ്മുടെ ഹെയറിന് അത്രയും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. അങ്ങനെ അവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പുറത്തിറങ്ങാൻ ഞാൻ മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ